ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ട്രൂ ലിവിങ് ബൈ മിന്നു. ഇന്നൊരു സൂപ്പർ വൈൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ അമ്മച്ചിയുടെ വൈൻ റെസിപ്പിയാണ്. എൻ്റെ അമ്മച്ചി നന്നായിട്ട് വൈനൊക്കെ ഒരുപാട് ടൈപ്പ് വൈൻ ഇടുന്ന ഒരാളാണ്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. നല്ല സൂപ്പറായിട്ട് വന്നു. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ബീട്രൂട്ട് വൈൻ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വെറും 3 ദിവസം മതി. പിറ്റേന്ന് തന്നെ നമുക്ക് എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. വൈൻ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് കാണാം. വളരെ ചെറിയ ഒരു എമൗണ്ടിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1/2 കിലോ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസ് 4 ബീട്രൂട്ട് വന്നു. അത് കറക്റ്റ് 1/2 കിലോ ആണ്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് 2 കപ്പ് പഞ്ചസാരയാണ്. അത് 250 ml കപ്പിലാണ്. അപ്പോൾ ഒരു 1/2 കിലോ പഞ്ചസാര. പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു 1/2 ടീസ്പൂൺ മതി. പിന്നെ ഒരു നാരങ്ങ, പിന്നെ 1.5 ലിറ്റർ വെള്ളം വേണം. അപ്പോൾ 1 ലിറ്ററേ ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളൂ. അപ്പോൾ 1.5 ലിറ്റർ വെള്ളമാണ് വേണ്ടത് 1/2 കിലോ ബീട്രൂട്ടിന്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് മതി, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇൻഗ്രീഡിയൻസും വളരെ കുറവാണ്, വളരെ വേഗത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീട്രൂട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീട്രൂട്ട് ഫുള്ള് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് സാധാരണ നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന പോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 1.5 ലിറ്റർ വെള്ളം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു 1.5 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഈ ബീട്രൂട്ടിലോട്ട് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരുപാടങ്ങ് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതിയാകും. അപ്പോൾ ഈ 1.5 ലിറ്റർ വെള്ളം ഇത് നമ്മൾ സാധാരണ കുടിക്കുന്ന വെള്ളമാണ് കേട്ടോ, അല്ലാതെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളമൊന്നുമല്ല. സാധാരണ നമ്മൾ വീട്ടിൽ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ്. അതിന് ഞാൻ 1.5 ലിറ്റർ വെള്ളം, അതായത് 1 ലിറ്ററിൻ്റെ കുപ്പിയാണ്. അപ്പോൾ അതിലൊരു 1.5 കുപ്പി ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് ഇട്ട് തിളപ്പിച്ച് ഇത് ഊറ്റാൻ അങ്ങനത്തെ കാര്യമൊന്നുമില്ല കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ഊറ്റിക്കളയൽ, കാരണം ഈ വെള്ളം തന്നെയാണ് നമ്മൾ അരിച്ച് വൈനാക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരണം, അത്രയും ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് ആവി വരാൻ തുടങ്ങി. അപ്പോൾ ഇനി നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പക്ഷേ ഇത് ഫുള്ളും ആറിപ്പോവല്, ചെറു ചൂടോടെ വേണം നമ്മൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാനായിട്ട്. അപ്പോൾ കുറച്ചൊന്ന് തണുത്തോട്ടെ, നന്നായിട്ട് തണുക്കാനും വെക്കരുത്. അപ്പോൾ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഞാൻ വലിയൊരു ബൗളിലേക്ക് അത് അരിച്ച് മാറ്റുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആവിയൊക്കെ ഇപ്പോഴും വരുന്നുണ്ട്. അങ്ങനെ വേണം ചെയ്യാനായിട്ട്, ഒരുപാട് തണുക്കാനായിട്ട് നോക്കി നിൽക്കരുത്. ഇനി നമ്മൾ ഈ ഒരു ചെറു ചൂടോടെ തന്നെ ഈസ്റ്റ് ചേർക്കുക. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് 1/2 ടീസ്പൂൺ എന്നാന്ന് തോന്നുന്നു, പക്ഷേ അല്ലായിരുന്നു കേട്ടോ, സോറി. 1/4 ടീസ്പൂണാണ് ചേർക്കേണ്ടത്. അപ്പോൾ 1/4 ടീസ്പൂൺ ഈസ്റ്റ് മതിയാവും. അപ്പോൾ നിങ്ങളുടേത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെറു ചൂടുവെള്ളത്തിൽ പഞ്ചസാര ഇട്ടിട്ട് അതൊന്ന് ചെറുതായിട്ട് ഒന്ന് പൊങ്ങി വന്നിട്ടേ ചേർക്കാവുള്ളൂ. ഇത് ഇപ്പോൾ ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് ചേർക്കുകയാണ്. അപ്പം 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു നാരങ്ങ പിഴിഞ്ഞ് അത് അരിച്ചെടുത്ത അതിൻ്റെ ജ്യൂസും ചേർക്കുന്നുണ്ട്. ഒരു നാരങ്ങ മുഴുവനായിട്ടും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര. അപ്പം ഞാൻ 2 കപ്പ് പഞ്ചസാരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ആവശ്യത്തിന് മധുരം അതിൽ നിന്ന് കിട്ടി. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ഇനിയും ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ മധുരം കുറവ് വേണ്ടവർക്ക് മധുരം കുറയ്ക്കുകയും ചെയ്യാം. അപ്പം ഞാൻ 2 കപ്പിൻ്റെ തന്നെ 1.25 കപ്പ് ആദ്യം ഇട്ട് നോക്കി ടേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് മധുരം കൂടുതൽ വേണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ മുഴുവനും 2 കപ്പ് പഞ്ചസാരയും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് ഞാനത് ആറാൻ വെച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ വൈകുന്നേരമായി. അപ്പം ആറിക്കഴിഞ്ഞപ്പോൾ ഞാനൊരു ജാറിലോട്ട് മാറ്റുവാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ നന്നായിട്ട് കളറൊക്കെ വ്യത്യാസമായി, നല്ലതായിട്ട് ആ ബീട്രൂട്ടിൻ്റെ സത്തൊക്കെ ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ വേണമെങ്കിൽ ഈ വൈൻ യൂസ് ചെയ്യാം കേട്ടോ. ഇത് ബനാന വൈൻ പോലെ 10 ദിവസമൊന്നും വെക്കേണ്ട കാര്യമില്ല. ഇതിന് 3 ദിവസം വെച്ചാൽ മതിയാവും. അപ്പം ഇപ്പം തന്നെ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി വീര്യം വേണമെങ്കിൽ 3 ദിവസം വെച്ചാൽ മതിയാവും. 3 ദിവസത്തിൽ കൂടുതൽ വെക്കണ്ട. അപ്പം ഞാൻ 3 ദിവസമാണ് വെച്ചത്. കറക്റ്റ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 3 ദിവസം കഴിഞ്ഞാണ് കേട്ടോ ഞാൻ കുപ്പിയിലോട്ട് മാറ്റുവാണ്. അപ്പോൾ ഈ വൈൻ അന്ന് തന്നെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് മധുരം കൂടുതലായിട്ട് തോന്നും. ഒരു 3 ദിവസം കഴിഞ്ഞ് നമ്മളിത് ഉപയോഗിച്ചാൽ കറക്റ്റ് ആ ഈസ്റ്റിൻ്റെ ഒക്കെ ഇതും ആ ഒരു വൈൻ്റെ ടേസ്റ്റും ഒക്കെ കറക്റ്റ് ഫീൽ ചെയ്യുന്ന ഒരു 3 ദിവസം കഴിയുമ്പോഴായിരിക്കും. വീര്യവും അപ്പം നന്നായിട്ട് വരും. ഇതെൻ്റെ ബനാന വൈനും ബീട്രൂട്ട് വൈനുമാണ്. രണ്ടിൻ്റെ കളർ നിങ്ങൾക്ക് കാണാൻ എന്ത് വ്യത്യാസം ഉണ്ടെന്ന്. ബീട്രൂട്ട് വൈന് നല്ലൊരു കളറാണ് കേട്ടോ, നമ്മുടെ മുന്തിരി വൈൻ്റെ ഒക്കെ അതേ കളറാണ്. നല്ല ടേസ്റ്റുമാണ്, നല്ല വൈൻ്റെ ടേസ്റ്റാണ്. ബനാന വൈൻ പോലെ തന്നെയാണ് ബീട്രൂട്ട് വൈനും. നല്ല അടിപൊളി ടേസ്റ്റാണ്, കളറും നല്ല സൂപ്പറാണ്. അപ്പോൾ
ക്രിസ്മസിന് നിങ്ങൾ ഉണ്ടാക്കുക. വെറും 3 ദിവസം മതി. നല്ല വീര്യത്തോടെ നമുക്ക് വൈൻ യൂസ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് അന്ന് തന്നെ യൂസ് ചെയ്യണമെങ്കിൽ അന്ന് തന്നെ യൂസ് ചെയ്യാം. പിന്നെ എല്ലാ ദിവസവും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, ബനാന വൈൻ പോലെ തന്നെ. പിന്നെ അതേ സമയത്ത് തന്നെ ഇളക്കണമെന്നൊന്നുമില്ല ബീട്രൂട്ട് വൈൻ, പക്ഷെ എന്നാലും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ബീട്രൂട്ട് വൈൻ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. 3 ദിവസത്തിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. ഈ ക്രിസ്മസിന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ അമ്മച്ചിയുടെ റെസിപ്പിയാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫെയിൽ ആവത്തില്ല. നല്ല സൂപ്പർ വൈനാണ്. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസ് കാണാത്തവർ കാണുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഓൾ. ബൈ.